80-20 പ്രിൻസിപ്പിൾ നമുക്കൊന്ന് പഠിക്കാം എന്ന് ഞാൻ പറയുക. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കുന്നവരുടെ മൈൻഡിൽ പോയത് നമുക്കറിയാവുന്ന കാര്യമില്ലയോ, 80% റിസൾട്ട് വരുന്നത് 20% കസ്റ്റമറിൽ നിന്നാണ്, അല്ല എഫേർട്ടിൽ നിന്നാണ്. അറിയാം സാർ, ഐ നോ ഇറ്റ്. എന്ത് സംഭവിക്കും? നമ്മുടെ മൈൻഡ് ഷട്ടാവും. അറിയാവുന്ന ഒരു കാര്യമാണ് സാറ് പഠിപ്പിക്കാൻ പോകുന്നേ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ഷട്ട് ഡൗൺ ചെയ്യും. നമുക്കൊരു കാര്യം അറിയാം, ഇത് ഒരു 100 തവണയിൽ കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. 80-20 പ്രിൻസിപ്പിൾ. ഓരോ തവണയും ഇത് പഠിക്കുന്നത് എൻ്റെ മൈൻഡിൽ ഓരോ ചോദ്യം വെച്ചിട്ടാണ്. ഈ 80-20 പ്രിൻസിപ്പിൾ എൻ്റെ കസ്റ്റമറിൽ എങ്ങനെ നടപ്പാക്കാം, എൻ്റെ കസ്റ്റമറിൽ എങ്ങനെ നടപ്പാക്കാം. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് 80-20. 80% കസ്റ്റമേഴ്സ്, 20% കസ്റ്റമർ. 80% റവന്യൂ വരുന്നത് 20% കസ്റ്റമറിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 20%ലാണ്. ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, ഫസ്റ്റ് ടൈം ലേണിംഗ് ചെയ്തു വെച്ചിരിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നു. ഇത് 2ാമതും 3ാമതും 4ാമതും പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 20%ൻ്റെ അകത്ത് ഒരു 80-20 പ്രിൻസിപ്പിളുണ്ട്. ഈ 20ക്കകത്ത് ഒരു 80-20, വിച്ച് മീൻസ് ഈ പറഞ്ഞതിനെ ഞാൻ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. 80%, 16%, 4%. ഈ 4ൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ അൾട്രാ പ്രീമിയം. ഇവരോ പ്രീമിയം, ഇവരോ ജനറൽ. നിങ്ങൾ പഠിച്ച അതേ സാധനത്തിൽ നിന്നാണ് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് ഉണ്ടായത്. എങ്ങനെയാ അതുണ്ടായത്? അതേ കാര്യം 2ഉം 3ഉം 4ഉം തവണ പഠിച്ചപ്പോൾ മനസ്സിലായി, ഈ ടോപ്പ് 20ക്കകത്ത് ഒരു 80-20 ആപ്ലിക്കബിൾ ആണ് എന്ന് മനസ്സിലായി. ഇതിൻ്റെ പേരാണ് നമ്മളിട്ടത് ദ കിങ് മേക്കേഴ്സ്. ഇതാണ് ദ കിങ്സ് ക്ലബ്. ഇനി എന്തുണ്ടാക്കി? ഇതിൻ്റെ അകത്തും വേറൊരു 80-20 ഉണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ അകത്ത് ടോപ്പ് 20യെ പിടിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് ക്ലബ്ബായി കൊണ്ടുവന്നു. എൻ്റെ ചോദ്യം, നിങ്ങൾ ഈ 80-20 പഠിച്ചു അല്ലേ? ആരൊക്കെ പഠിച്ചിട്ടുണ്ട് 80-20? എത്ര അടുത്ത് നടപ്പാക്കിയിട്ടുണ്ട്? ഇത് ഞാൻ എൻ്റെ കസ്റ്റമറിൽ നടപ്പാക്കി, എൻ്റെ ടീമിൽ ഞാനിത് നടപ്പാക്കി, എൻ്റെ സ്റ്റാഫിൻ്റെ അകത്ത്, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഞാൻ നടപ്പാക്കി. അതുകൊണ്ടാണ് പല പരിപാടി, സ്റ്റാഫ് ട്രെയിനിങ് ഉൾപ്പെടെ ഞാൻ ഒഴിവാക്കി. ഇത് ഞാൻ വേറൊരിടത്ത് നടപ്പാക്കി, എൻ്റെ ഫ്രണ്ട്സിൽ, എൻ്റെ സുഹൃത്തുക്കളിൽ. ഈ 80% ആവശ്യമില്ലാത്തവരെ ഒഴിവാക്കി, എനിക്ക് ആവശ്യമുള്ള ഉപകാരപ്പെടുന്ന 20% ആളുകളെ മാത്രം കൂടെ നിർത്തി, ബാക്കി ഒഴിവാക്കി. എന്താ ചെയ്തേ? ആ 80-20 ഓരോ തവണയും നമ്മൾ പഠിക്കുമ്പോൾ ഓരോ ഡിഫറൻറ്റ് സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് ഡബിൾ ലൂപ്പ് ലേണിംഗ്. അപ്പോൾ എനിക്കെന്തുണ്ടായി? ആ 4% കാറ്റഗറി അൾട്രാ പ്രീമിയത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. ആ 4% പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. 4% ഇതെൻ്റെ ആക്ടിവിറ്റീസിൽ, ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസ് ഒഴിവാക്കാൻ ഞാൻ 80-20 പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചു. എൻ്റെ ചോദ്യം എന്താ? നിങ്ങൾ പഠിച്ചു എന്ന് പറയുന്നു 80-20, എവിടെയൊക്കെ നടപ്പാക്കി? ഒരു കാര്യം നമ്മൾ പഠിച്ചാൽ അക്ഷയ്, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കിട്ടിയ സാധനം, നമുക്ക് ആ യൂസ്ഫുൾ ആയ സാധനം, ഹൗ ക്യാൻ ഐ അപ്ലൈ ഇൻ മൈ ലൈഫ് ഇൻ 100 ഡിഫറെൻറ്റ് വേയ്സ്? എൻ്റെ ജീവിതത്തിൽ ഇത് ഏതൊക്കെ രീതിയിൽ, എവിടൊക്കെ എനിക്ക് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. യു ഹാവ് ടു ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ അവിടെ നിന്ന് കാണാൻ നമുക്ക് പറ്റണം. ആൻഡ് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സീക്രട്ട് ഇൻ ലേണിംഗ്. റീലേണിംഗ്. ലേണിംഗ് അല്ല പവർഫുൾ, റീലേണിംഗ് ആണ് പവർഫുൾ. നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്ക്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പവർ ഉണ്ടല്ലോ,